ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയൊരു തെർമൽ പ്രിൻ്ററാണ്. ഇത് കുറേ ആൾക്കാർക്ക് അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലിപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പെയിൻറ്റിങ് ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്ററാണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരാം. തെർമൽ പ്രിൻ്റർ ആയതുകൊണ്ട് വേറെ കളർ കാര്യങ്ങളൊന്നും വരില്ല. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഇങ്കോ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ട, വൺ ടൈമാണ്. നമ്മളിതിലത്തെ പേപ്പർ കഴിയുന്നതിനനുസരിച്ച് അതിന് മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ പേപ്പർ എക്സ്ട്രാ ആയിട്ട് മേടിച്ചുള്ളതാണ്. ഇതിപ്പോൾ ആമസോണിൽ നിന്ന് മേടിച്ചത് ഒരു 1400 വരെ താഴെയാണ് വില വന്നുള്ളത്. ഇതിലിപ്പോൾ വരുന്നത് ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. നോർമൽ ഇപ്പോൾ സി ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നോർമൽ USB വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇതിൽ സൈഡിലായിട്ടൊരു പവർ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ഇജക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ ഇത് മാറ്റാം, പേപ്പർ റോൾ മാറ്റാം. ഇത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ പേപ്പർ റോൾ നമുക്ക് മാറ്റാം. കൊച്ചു പിള്ളേർക്കായാലും അത് സുഖമായിട്ട് അതിൻ്റെ പേപ്പർ റോൾ മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പേപ്പർ റോളുകൾ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് റോൾ കൂടുതൽ മേടിച്ചു. ഞാനൊരു 13 അടുത്ത് എക്സ്ട്രാ മേടിച്ചു. ടോട്ടൽ വന്നുള്ള ഒരു 1500 താഴെ എനിക്കിതിന് ചിലവ് വന്നത്. ഇനി നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ബുക്കിലെറ്റിൽ നിന്ന് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യുക. നമ്മുടെ മൊബൈലിൻ്റെ QR കോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പക്ഷേ എനിക്ക് അത് വർക്ക് ചെയ്തില്ല. ഞാൻ എന്നിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയിട്ട് നേരിട്ട് എടുക്കുകയാണ് ചെയ്തത്, സെർച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുക. ഈ ആപ്ലിക്കേഷനിൽ കുറേ ഓപ്ഷൻസ് അവർ തന്നെ തന്നിട്ടുണ്ട്. അതായത് ടെംപ്ലേറ്റ്സുകളുണ്ട്, പല ടെംപ്ലേറ്റ്സുകൾ, അതുപോലെ നോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഒരു നോട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾറെഡി തന്നിട്ടുള്ള ടെംപ്ലേറ്റ്സിലാണ് നമ്മൾ നോട്ട് ടൈപ്പ് ചെയ്യണത്. നമുക്കതൊന്ന് പ്രിൻ്റ് കൊടുത്ത് നോക്കാം. പ്രിൻ്റർ വളരെ റെസ്പോണ്ടിങ് ആണ്. പെട്ടെന്ന് തന്നെ പ്രിൻ്റ് നമുക്ക് വരും. വിതിൻ സെക്കൻഡ് നമുക്കൊരു അതിൻ്റെ പ്രിൻ്റ് കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് വരുന്നത്. ഇനി നമുക്കൊരു ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഓപ്ഷൻ വരുന്നത് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്കതിൽ സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം, പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യാം.